കമോൺ എവരിബഡി, ഇന്ന് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാം. ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ വെക്കാനോ ബ്രഷ് വെക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ ഒരു ഡെക്കോറൊക്കെ ആയിട്ടും ഇതിനെ കാണാം. അപ്പോൾ ഇത് ഉണ്ടാക്കല്ലേ. അപ്പോൾ നമുക്ക് ക്ലേ പരത്തി ഇങ്ങോട്ട് തുടങ്ങാം. പിന്നെ എനിക്കറിയാം, ഞാൻ 2-3 ദിവസം കൂടുമ്പോഴാണ് ഇപ്പോൾ വീഡിയോസ് ഇടുന്നത്. ആദ്യം തന്നെ അതിനെല്ലാവരോടും സോറി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ ഈ വീഡിയോ 2-3 ദിവസം മുമ്പേ ഇടാൻ തുടങ്ങിയത്. ബട്ട് ഇതിൻ്റെ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് അടിച്ച് വീണ്ടും ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കി, അതിനും കോപ്പിറൈറ്റ് അടിച്ച് വീണ്ടും എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇടുന്നത്. അതായത് ഞാൻ പെരുന്നാളിന് 2 ദിവസം മുമ്പ് ഇടാൻ വെച്ചിരുന്ന ഈ ഒരു വീഡിയോ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇടാൻ പറ്റിയത്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ അതെനിക്ക് വലിയൊരു സപ്പോർട്ടാവും. അപ്പം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യല്ലോ അല്ലേ. അപ്പം ഞാൻ നമ്മുടെ മഷ്റൂമിലേക്ക് തിരിച്ചു തരാം. ഇതിങ്ങനെ 2 ഒട്ടിക്കുന്നതിന് പകരം വലുതാക്കി പരത്തി മുഴുവൻ മഷ്റൂമും ഒറ്റ രീതിയിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മഷ്റൂമിനെക്കാളും കുറച്ചുകൂടി വിടുത്ത് വേണം. ഞാനിത് ആദ്യം ഉണ്ടാക്കിയപ്പം ഭയങ്കര ചെറുതായിട്ട് തോന്നി. അത് വലുപ്പം കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വലുപ്പം കൂട്ടിയത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വലുപ്പം കൂട്ടണം എന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ ഈ ഒരു മഷ്റൂമിൻ്റെ ബോർഡർ മുകളിലേക്കൊന്ന് വളച്ചു കൊടുക്കണം. ഞാൻ പറയുന്നതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇങ്ങനെ ബോർഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് സ്മൂത്ത് ചെയ്തിട്ട് ഉണക്കാൻ വയ്ക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. പെയിൻ്റ് അടിക്കലും വാർണിഷ് അടിക്കലും അതൊക്കെ തന്നെ പരിപാടി. ഡയറക്റ്റായിട്ട് റെഡ് കളറും ക്രീം കളറും അടിക്കുന്നതിന് മുൻപ് ഒരു വൈറ്റ് ബേസ് കോട്ട് അടിക്കുന്നത് നല്ലതാണ്. വൈറ്റ് ബേസ് കോട്ട് അടിച്ചതിന് ശേഷം റെഡ് കളറും നമ്മുടെ ക്രീം കളറും എല്ലാം അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ മഷ്റൂം കുട്ടനെ കാണാൻ അടിപൊളിയായിട്ടില്ലേ. ഇനി മഷ്റൂമാണെന്ന് അറിയിക്കാൻ കുറച്ച് വൈറ്റ് ബോൾസ് വേണ്ടേ. സോ പല സൈസിൽ ഇതുപോലെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മഷ്റൂം ക്ലേ പ്ലേറ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട. ഇനിയിപ്പോൾ എന്താ, കുറച്ച് ബ്രഷോ സ്പൂണോ, ഇനി കത്തിയും സ്പൂണോ, അതോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചോളൂ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.